വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ മൂവിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പടം ഭയങ്കര ലാഗാ. ഫസ്റ്റ് ഹാഫിന്റെ ഒരു തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ രശ്മിക മന്ദാന ഫിലിമിൽ വരുന്ന സമയം തൊട്ട് ആ സിനിമ വളരെ ലാഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിന്റെ ഫേസ് മൊത്തം പിന്നെ ഒരു ലാഗ് ആയ രീതിയിലാണ് പിന്നീട് അത് പോകുന്നത്. നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ട് പറയാനുള്ള വെച്ചാല് ധനുഷിന്റെ അഭിനയം ഒന്നും പറയാനില്ല. ആസ് ഓൾവേസ് ധനുഷിന്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. കാരണം ഏത് റോളാണേലും ധനുഷിന്റെ അഭിനയത്തിന് ഒരു പ്രശ്നവും ഇല്ല. രശ്മിക മന്ദാന ഡീസെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നാഗാർജുന ഡീസെന്റ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരു അഭിനയമാണ് നാഗാർജുന ഈ ഫിലിമിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ പറഞ്ഞു തുടങ്ങേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാ തമിഴ് പടത്തിനും പോലെ, എല്ലാ തമിഴ് പടം എന്ന് പറയുന്നില്ല, ഒരു തമിഴ് പടങ്ങളിൽ നമ്മൾ സിമിലർ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പടത്തിൽ റിലേറ്റഡ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് വില്ലന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസ ഉണ്ടാക്കാനാണ്. അതൊക്കെ അത് നോ പ്രോബ്ലം. പക്ഷെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് വില്ലന് 1, 2, 10, 20, 50 കോടിയൊന്നുമല്ല. വില്ലന്റെ കളികൾ മൊത്തം 1 ലക്ഷം, 1 കോടി കോടിയിലൊക്കെയാണ്. 1 കോടി കോടി, ഒരു 10 ലക്ഷം കോടി, 10,000 കോടി, ഇതുപോലത്തെ റേഞ്ചസിലാണ് വില്ലന്റെ ട്രാൻസാക്ഷൻ ഇടപാടുകളെല്ലാം വരുന്നത്. ഒരു ഭയങ്കര ഒരു മണി ബേസ് എന്നുള്ള വില്ലനാണ്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് പടങ്ങളിൽ കോമൺ ആയി വരുന്ന ഒരു സാധനമാണ്. ഹീറോയ്ക്ക് ഒരാളെ രക്ഷിച്ചാൽ പോരാ, 2 പേരെ രക്ഷിച്ചാൽ പോരാ. ഹീറോയ്ക്ക് ഇപ്രാവശ്യം ഒരു നാട് മൊത്തം രക്ഷിച്ചാൽ പോരാ. ഹീറോയ്ക്ക് ഇപ്രാവശ്യം ഒരു രാജ്യം തന്നെ മൊത്തം രക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഈ 2 കാര്യങ്ങൾ ആണ് ഈ പടത്തിൽ ബേസ് ആയി വന്ന്, ഈ ബേസിലാണ് പടം മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് പടത്തിന്റെ ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ട പിച്ചക്കാരൻ രാജ്യം മൊത്തം രക്ഷിക്കാൻ നോക്കുന്നു. അതാണ് പടത്തിന്റെ കഥ. അത് പണ്ട് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തമിഴ് പടങ്ങളിൽ. ഒരു ആള് വരുന്നു, അത് വില്ലന് കയ്യിലൊരു 500,000 കോടി കാണും, അവനെതിരെ പോരാടുന്നു, അത് കഴിഞ്ഞ് നാടിനെ മൊത്തം രക്ഷിക്കുന്നു. ഇങ്ങനത്തെ കുറെ കഥകൾ നമ്മൾ കണ്ടിട്ടുള്ള അതുപോലെ ഒരു സെയിം കഥ മാത്രമാണ് ഈ പടത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്. നമ്മൾ കണ്ടു പഴകിയ ഒരു കഥ. അതായത് ആകെ വ്യത്യാസം വെച്ചാൽ പിച്ചക്കാരനാണ് ഇവിടെ, അല്ലെ വേറെ കഥകളിലാണെങ്കിൽ പിച്ചക്കാരന് പകരം വേറൊരു ക്യാരക്ടർ പോർട്രേ ചെയ്ത് നാടിനെ മൊത്തം രക്ഷിക്കുന്നതായിരിക്കും. ഈ സിനിമയിൽ നാടിനെ മൊത്തം രക്ഷിക്കാൻ നോക്കുന്നത് പിച്ചക്കാരനാണ്. അതാണ് ആകെയുള്ള ഒരു വ്യത്യാസം. പിച്ചക്കാരൻ ഞാൻ എടുത്തു പറയുന്നതിന് കാരണം അവരങ്ങനെ തന്നെയാണ് ടൈം ഉപയോഗിക്കുന്നത്. അവര് പിച്ചക്കാരൻ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ ഒരു പിച്ചക്കാരൻ രാജ്യം മൊത്തം രക്ഷിക്കാൻ നോക്കുന്നതാണ് ഈ സിനിമയുടെ. രാജ്യം മൊത്തമല്ല, കുറച്ച് സിറ്റീസ് ലൈക്ക് ചെന്നൈ, മുംബൈ, മഹാരാഷ്ട്ര, അങ്ങനെ ഒരു 3-4 സിറ്റീസ് മൊത്തം രക്ഷിക്കുന്നതാണ് ഇതിന് നായകൻ ഉദ്ദേശിക്കുന്ന മോട്ടീവ്. നമ്മൾ ഈ പടത്തിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്തെന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞു വില്ലൻ ഇത്രയും വലിയ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ പടത്തിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ വില്ലന് ഒരു ഓറ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ ഇത്രയും വലിയൊരു വില്ലനെ അവർ കാണിക്കുമ്പോൾ ആ വില്ലൻ അതിൻ്റെതായ ഒരു ഓറയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും നമുക്ക് ഫീൽ ചെയ്യണമല്ലോ. വില്ലനിസം, when we see a villain we should feel the villanism. ബട്ട് ഇവിടെ നമുക്ക് വില്ലനിസം ഫീൽ ചെയ്യാൻ വളരെ പാടാണ്. കാരണം ഒരു എന്താ പറയാ, ഒരു നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കേണ്ടി വരും വില്ലന്. കാരണം നമുക്ക് ആ ഒരു വില്ലനിസം തീരെ കാണാൻ പറ്റുന്നില്ല. വില്ലൻ കുറെ പേരെ കൊല്ലുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു എന്തൊക്കെ പറയാ, ഒരു സ്ട്രോങ് പടമാകുമ്പോൾ ഒരു സ്ട്രോങ് നടൻ ഉള്ളപ്പോൾ ഒരു സ്ട്രോങ് വില്ലൻ വേണം. ഇവിടെ ഈ പടത്തിൽ നടൻ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടർ അത്ര സ്ട്രോങ് ആയ ഒരു ക്യാരക്ടർ അല്ല. ചിലപ്പോൾ അതുകൊണ്ടാവാം വില്ലനും അത്രയും പവർ കൊടുക്കാത്തത്. പക്ഷെ അങ്ങനെയാണെങ്കിലും വില്ലൻ ഇവിടെ ഡീൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസും മണി ഇടപാടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വില്ലനെ ഇച്ചിരി കൂടി അവർക്ക് ഒന്ന് സ്ട്രോങ് ആയിട്ട് കാണിക്കാമായിരുന്നു. വില്ലൻ ഒരു ഇച്ചിരി വീക്കായ ആളായിട്ടാണ് ഈ സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടത്തിൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലാഗടി തന്നെയാണ്. അത് ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് ഒരു ലാഗ് തുടങ്ങിയിട്ട് പടം തീരുന്ന അവിടം വരെ ലാഗാ. അതായത് അവർ വലിച്ചിട്ട് നമുക്കൊരു കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന രീതിയിലാണ് അവരത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കൊരു പടത്തിന്റെ റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 out of 10 നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു ഹാർഡ് കോർ ധനുഷ് ഫാനിന് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. മാസ്മരികമായ ഒരു പെർഫോമൻസ് അല്ല, കൂടുതൽ ഒരു പിച്ചക്കാരൻ എന്ന് പറയുന്ന റോളാണ് പുള്ളി അതിൽ കളിക്കുന്നത്. അപ്പൊ ഒരു ഹാർഡ് കോർ ധനുഷ് ഫാനിന് വാച്ച് ചെയ്യാൻ വേണമെങ്കിൽ ടിവിയിലല്ല തിയേറ്ററിൽ. പക്ഷെ അല്ലാണ്ട് ഒരു വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. വെറൈറ്റി ആയിട്ട് പടത്തിൽ ഒന്നും തന്നെ ഇല്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫിലിമി രസം എന്ന ചാനലോ കുബേര എന്ന പടത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. ഇത് നമ്മുടെ ചാനലിന്റെ ഈ പടത്തിനെ കുറിച്ചുള്ള മാത്രം ഒപ്പീനിയൻ ആണ്.
സോ നമ്മൾ ഇനിയും ഇതുപോലത്തെ പ്രൊജക്ട്സ് ആയിട്ട് വരുന്നതാണ്. ഇന്ന് നമ്മൾ കുബേര ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ 27th ജൂണിൽ നമ്മൾ കണ്ണപ്പ വരുന്നുണ്ട്, JSK വരുന്നുണ്ട്, സുരേഷ് ഗോപി സർക്കാസ് ചെയ്യുന്ന JSK, ഇതൊക്കെ വരുന്നതാണ്. സോ സ്റ്റേ അപ്ഡേറ്റഡ് ഫോർ മോർ വീഡിയോസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ കുബേര ഫിലിമിനെ പറ്റി. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഫിലിംസിനും ആയിക്കോട്ടെ, കണ്ടന്റ്സ് ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, എന്താണേലും നമ്മൾ ഇനിയും റിവ്യൂ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സൈനിങ് ഓഫ്.